ഹലോ, എല്ലാവരും സേഫായിട്ട് വീട്ടിൽ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നലെ തുടങ്ങിയ ദുരിതപ്പെയ്ത്ത് ഇന്ന് രാവിലെ ഇപ്പം വിചാരിച്ചു ഏതാണ്ടൊന്ന് കഴിഞ്ഞു, ഇന്നിപ്പോൾ ഒന്ന് തെളിഞ്ഞ് കാണുമായിരിക്കുമെന്ന്. പക്ഷേ ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും തുള്ളിക്കൊരുകൂടം മഴ എന്ന് പറയല്ലേ, അതുപോലെ തകർത്തങ്ങ് മഴ പെയ്യാൻ തുടങ്ങി. നമ്മുടെ പാലാ, ഈരാറ്റുപേട്ട, ഭരണങ്ങാനം പ്രദേശങ്ങളിലൊക്കെ ഇടമറ്റത്തൊക്കെ കയറിയ വെള്ളം ഇതുവരെ ഇറങ്ങിപ്പോയിട്ടില്ല. ഇത് നമ്മുടെ പാലായിലെ പഴയ ബസ് സ്റ്റാൻഡിന് മുമ്പിലുള്ള മീനച്ചിലാറിൻ്റെ ദൃശ്യമാണ് കേട്ടോ. ഇന്നലത്തെ പോലെ ഒരു കുത്തൊഴുക്കില്ല, ശാന്തമായിട്ടാണ് ഒഴുകുന്നത്, പക്ഷേ നിറഞ്ഞ ഒഴുകുന്നത്. ഇത് കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിന് മുമ്പിലുള്ള വ്യൂ ആട്ടോ. ഇതുവരെ വെള്ളം ഇറങ്ങിയിട്ടില്ല, നല്ല വെള്ളമാണ്. സാധാരണ ഇത്രയും നേരമൊന്നും പാലായിൽ വെള്ളം കയറിയാൽ നിൽക്കാറില്ല. വെള്ളം കയറുന്നു, പരമാവധി അന്ന് വൈകുന്നേരത്തിൽ വെള്ളം ഇറങ്ങി പോകാറുണ്ട്. ഇത് പാലായിലെ തന്നെ വ്യൂസാണ് കേട്ടോ, പല സ്ഥലങ്ങളിൽ നിന്ന് ഉള്ള പാലാടെ. പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ വെള്ളം ഇപ്പോഴും നല്ല കുത്തി ഒഴുകി വരുന്നുണ്ട്. ഒഴുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാകും കേട്ടോ. എവിടെയെങ്കിലും ഉരുൾ പൊട്ടിയതാണോ അറിയത്തില്ലല്ലോ. ഇത് അരുവിത്ര കോളേജിൻ്റെ പാലമാണേ. പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള വിഷ്വലാണ്. കലങ്ങി മറിഞ്ഞാണ് ഉച്ച കഴിഞ്ഞായപ്പോഴത്തേക്കും വീണ്ടും ആറൊഴുകുന്നത്. ഒരു രക്ഷയില്ല. പാലത്തിൽ നിന്ന് ജസ്റ്റ് ഒരു ഇച്ചിരി താഴെ മാത്രമേ ഉള്ളൂ, തൊടാനായിട്ട് എന്ന് പറയുന്ന പോലെയാണ് നിൽക്കുന്നത്. പാലത്തിൻ്റെ അവസ്ഥയും കണ്ടില്ലേ, അതിൻ്റെ കൈവിരിയൊക്കെ വളഞ്ഞ് ഒടിഞ്ഞ് പറഞ്ഞ് ഒരു കോലത്തിലായിട്ടായിരിക്കുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം, നമ്മൾ എന്ത് കൊടുത്തോ അത് പ്രകൃതി നമുക്ക് തിരിച്ചു തരുന്നു, അത് നമുക്ക് തിരിച്ച് കിട്ടും എന്നുള്ളൊരു ലെസൺ കൂടെ ഇങ്ങനത്തെ ദുരന്തങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നിങ്ങൾ കണ്ടോ എന്തുമാത്രം വേസ്റ്റാണ് പ്ലാസ്റ്റിക്കായിട്ടും കുപ്പിയായിട്ടും ഇങ്ങനെ അടിഞ്ഞുകൂടിയിരിക്കുന്നതെന്ന്. ഇത് നമ്മൾ തന്നെ കൊണ്ട് ഇട്ടതല്ലേ. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്ട്സ് അനുഭവിക്കാനുള്ള ഒരു ബാധ്യതയും നമുക്കുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അത് മഴ മാത്രമല്ലല്ലോ കാരണം. നമ്മൾ ഈ വലിച്ചെറിയുന്ന അവശിഷ്ടങ്ങൾ പലതും ജലസ്രോതസ്സുകളൊക്കെ തടസ്സപ്പെടുത്തുന്നു. മഴ ശക്തമാകുമ്പം മാലിന്യങ്ങൾ വെള്ളത്തിൻ്റെ ഒഴുക്ക് തടയും, വെള്ളക്കെട്ട് രൂക്ഷമാവും. അതൊരു വെള്ളക്കെട്ടിൽ മാത്രം ഒതുങ്ങുന്ന പ്രശ്നമല്ലല്ലോ. നമ്മൾ ഒരുപാട് മാറി ചിന്തിക്കേണ്ടതുണ്ട്.